നിനക്കതിൽ സ്വാതന്ത്ര്യമുണ്ട്, ഞാനതിൽ സ്വതന്ത്രനാണ്. ഈ ഒരു വാക്കിനൊക്കെ ചിലപ്പോഴൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ നിങ്ങൾ ഓരോ കാര്യം സംസാരിക്കുമ്പോൾ പറയും അൻചഹുർ അൻചഹുർ. ഇപ്പോഴും ചില ആളുകൾക്ക് അത് സംശയമുണ്ട്. അൻചഹുർ യാ ഹബീബ് അൻചഹുർ, അതായത് നിങ്ങൾക്ക് എന്തും ചെയ്യാം. അൻചഹുർ തജ്ലിസ്ഹിനി വല്ല തറൂഹ് മാൻദിമാന് തജ്ലിസ്ഹിനി വല്ല തറൂഹ്, നിങ്ങൾക്കിവിടെ ഇരിക്കാം അല്ലെങ്കിൽ പോകാം. ഇപ്പോൾ ഞാൻ ഒരു കമ്പനിയുടെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഒരാൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമല്ല, അപ്പോൾ പകുതി വെച്ച് പോവാണ്. ഞാൻ പറയും ഹബീബി ഉദ്ദീൻ തസ്തഗിൽ മൈ, നിങ്ങൾ എൻ്റെ കൂടെ ജോലി ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം. പക്ഷേ അൻചഹുർ അൻചഹുർ, നിങ്ങൾക്ക് സ്വയം തീരുമാനമെടുക്കാം എന്ന് നിങ്ങൾ പറയേണ്ട ഒരു ഘട്ടത്തിലാണ് ഈ വാക്ക് ഉപയോഗിക്കുക, അൻചഹുർ. അല്ലെങ്കിൽ ഞാൻ അനഹുർ അനമു മജ്ബൂർ, അനമു മജ്ബൂർ, ഞാൻ നിർബന്ധിതാവസ്ഥയിലൊന്നുമില്ല. അനമു മുൽത്തർ, എന്നെ ഒരാളും നിർബന്ധിക്കാൻ പറ്റൂല, ഞാൻ നിർബന്ധിക്കൂല. അനഹുർ, അതെൻ്റെ സ്വതന്ത്രമാണ്, സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയാനാണ് ഹുർ. അതെപ്പോഴും പറയാം. ഇപ്പോൾ പലപ്പോഴും ചില കഫാലത്തിൽ നമുക്ക് പറയും മാൻദി ഹുരിയ, മാൻദി ഹുരിയ, എനിക്കൊരു സ്വാതന്ത്ര്യമില്ല, ഹുരിയ എന്ന് സ്വാതന്ത്ര്യം എന്ന് പറയും. ഓക്കെ, ഇവിടെ സാധാരണഗതിയിൽ ചില അറബികൾ പിന്നെ അവരുടെ ഉമ്മാലികളോടൊക്കെ പറയും ആത്തനാലക്കൽ ഹുരിയ ഹബീബി, ഞാൻ നിന്നെ ഫോളോ ചെയ്യുന്നില്ല, ഞാൻ നിന്നെ ടൈറ്റാക്കുന്നില്ല, ഞാൻ നിനക്ക് എൻ്റെ ജോലിയിൽ ഒരു ഭാരം ഏൽപ്പിക്കുന്നില്ല. ആത്തനാലക്ക ഹുരിയ, ഹുരിയ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നു. ഞാൻ എൻ്റെ സ്പോൺസറോട് അല്ലെങ്കിൽ എൻ്റെ പഴയ സ്പോൺസറോട് പറയും, ഞങ്ങളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഇയാൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറയും ബാബ ആത്തിനി ഹുരിയ അനസ്തൽ ഹദ അല കൈഫ് ഇൻഷാദ കുനൻജ, നിങ്ങൾ അത് വിജയിക്കും. ആത്തീനി ഹുരിയ, നിങ്ങൾ എനിക്ക് അതൊരു സ്വാതന്ത്ര്യം താ. നിങ്ങളിങ്ങനെ ഓരോ എ ടു സെഡ് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല, അതിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യും, നിങ്ങൾക്കതിൽ വിജയം ഉണ്ടാകും. ഇങ്ങനെ നിങ്ങൾക്കും പറഞ്ഞൂടെ ആത്തീനി ഹുരിയ, ആത്തൈനാക്ക് ഹുരിയ മഇൻദന ഹുരിയ. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, അവിടെയും ആ ഹുരിയ തന്നെ നമുക്ക് പറയുന്നതാണ്, ആ വാക്ക് തന്നെയാണ് പറയുക. ഇപ്പോൾ നിങ്ങൾ ഈ എയർപോർട്ടിലുള്ള ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്, അവിടെയും പറയും ഹുർ എന്ന് പറയും, സൂക്കുൽ ഹുറ എന്ന് പറയും. അത് ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഡിമാൻഡുകളൊന്നും ഇല്ല എന്ന അർത്ഥത്തിനാണ് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള കണക്ട് ചെയ്തുകൊണ്ട് പല വാക്കും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അറബിക് യൂണിയെ നിങ്ങൾ ഫോളോ ചെയ്യുക. ശുക്രൻ ലഹുസ്നി ഇസ്തിമാഇക്കും, മഅസ്സലാമ.